ഇപ്പം മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. ഹായ് കൂട്ടുകാരെ, മാഷ് ടീച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ മാത്തമെറ്റിക്സിലെ ചെറിയൊരു ടോപ്പിക്കാണ്. ഇപ്പൊ നമ്മുടെ മാത്സിന്റെ എക്സാം നാളെയാണ് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും നാളത്തേക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരുന്നു നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഫസ്റ്റ് വൺ തന്നെ പാരലൽ ലൈൻസ് അല്ലെ, സമാന്തര വരകൾ എന്ന പാഠഭാഗമാണ്. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആദ്യത്തെ 5 ചാപ്റ്ററുകളാണ് എക്സാമിന് ഉള്ളത് അല്ലെ. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതില് ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കളെ. Of the angles made when 2 parallel lines are cut by. കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സ്ലാന്റിംഗ് ലൈൻ, സമാന്തരമായ 2 വരകളെ, സമാന്തരമായിട്ടുള്ള 2 വരകളെ ഒരു ചെരിഞ്ഞ വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളുടെ പ്രത്യേകതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ മക്കളെ. The small angles are of the same measure. ചെറിയ കോണുകള് ഒരേ അളവാണ് അല്ലെ. ചെറിയ കോണുകൾ ഒരേ അളവാണ്. അതേപോലെ the large angles are of the same measure അല്ലെ. വലിയ ആംഗിളുകള് ഒരേ അളവാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. ഓക്കെ അല്ലേ? അതേപോലെ a small angle and a large angle add up to 180 degree അല്ലെ. ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂട്ടിയാൽ 180 ആകും. അതായത് ഈ 2 കോണുകൾ കൂട്ടിയാല് 180 കിട്ടും എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഈ 2 ചെറിയ ആംഗിളുകളും തുല്യമാണ്, ഈ വലിയ ആംഗിളുകൾ തുല്യമാണ് അല്ലെ. ഇവിടെയും അതേ കണക്ക് തന്നെ, ചെറിയ ആംഗിളുകൾ തുല്യം, വലിയ ആംഗിളുകൾ തുല്യമാണ്. ഓക്കെ അല്ലേ? ഈ 2 ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂട്ടിയാൽ 180 കിട്ടുകയും ചെയ്യും. ഓക്കെ അല്ലേ? മുറിക്കുന്ന വര സമാന്തര വരകളിൽ ഒന്നിന് ലംബമായാൽ മറ്റേ വരയ്ക്ക് ലംബമാകും. എല്ലാ കോണുകളും മട്ടമാകും. എങ്ങനെയാണ് നമുക്കുള്ളതാ? ഈ ഒരു രീതിയിലാണ് വരുന്നതെങ്കിൽ എല്ലാ കോണുകളും മട്ടമായിരിക്കും. ഓക്കെ അല്ലേ? ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. കൂടെ ഓർമ്മപ്പെടുത്തിയെന്ന് നമുക്ക് കേട്ടോ. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കോണുകളെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു അല്ലെ. ഒരുപാട് കോണുകളെ നമ്മൾ പരിചയപ്പെട്ടു. നിങ്ങളോട് എന്തായാലും ഒരു ഫിഗർ തന്ന് എനിക്ക് കോണുകൾ കണ്ടെത്താൻ പറയാം. അപ്പൊ കോണുകൾ കണ്ടെത്തണമെങ്കിൽ ആ കോണുകളുടെ പ്രത്യേകതകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം.
ഓരോ കോണുകൾക്കും ഓരോ പ്രത്യേകതയുണ്ട് അല്ലെ. ഓരോ കോണുകൾക്കും ഓരോ പേരുകളുണ്ട്. അതുപോലെ തന്നെ അവയ്ക്ക് ഓരോന്നിനും ഓരോ പ്രത്യേകതകളും ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. ഈ ഒരു ഫിഗർ നോക്കിയ മക്കളെ, ഇവിടെ കോണുകളുടെ പ്രത്യേകത എന്താണ്? ഈ കോണുകളൊക്കെ ഒരേ വശങ്ങളിലാണ് അല്ലെ, ഒരേ വശങ്ങളിലാണ്. അതേപോലെ സമാന്തര വരയുടെ മുകളിലാണെങ്കിൽ മുകളിൽ അല്ലെ, താഴെയാണെങ്കിൽ താഴെ, രണ്ടും താഴെ, അങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഒരേ വശങ്ങളിലാണ് വരുന്നത്. അതേപോലെ മുകളിലാണെങ്കിൽ മുകളില്, താഴെയാണെങ്കിൽ താഴെ, ആ ഒരു രീതിയിലാണ് വരുന്നത് അല്ലെ. കണ്ടോ, മുകളിൽ വലത്ത് അല്ലെ, മുകളില് വലത്, അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇവിടെ നോക്കിയേ, ഇടതുവശത്താണ് അല്ലെ, ഇടതുവശത്താവുമ്പോ ഈ സമാന്തര വരയ്ക്ക് മുകളിലാണ് വരുന്നത്. കണ്ടോ, സമാന്തര വരയ്ക്ക് മുകളിലാണ് വരുന്നത്. ഇനി താഴെയാവുമ്പോഴും അതേപോലെ തന്നെ, രണ്ടും സമാന്തര വരകൾക്ക് താഴെയായിട്ടാണ് വരുന്നത്. ഒരേ വശത്തിലെ വലതുവശത്താണ് വരുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കോണുകളെ നമ്മൾ എന്താണ് വിളിക്കുക? എന്ത് പേരായിരുന്നു നമ്മൾ നൽകിയിട്ടുള്ളത്? കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെ, അല്ലെങ്കിൽ സമാന കോണുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ അല്ലേ? Angles in each such pair are called corresponding angles. The angles in each pair measure the same. ഓരോ ജോഡിയെയും സമാന കോണുകൾ എന്നാണ് പറയുന്നത്. ഓരോ ജോഡിയിലെയും കോണുകൾക്ക് ഒരേ അളവാണ് കേട്ടോ. അപ്പൊ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണെന്ന് പഠിച്ചു വെക്കാം. കറസ്പോണ്ടിങ് ആംഗിൾസിന്റെ കോണുകളുടെ പ്രത്യേകത എന്താണ് എന്നും കൂടെ ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ എന്തായിരിക്കും? കോണുകള് തുല്യമായിരിക്കും. ഓക്കെ അല്ലേ? എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ചിത്രം നോക്കിയ മക്കളെ, ഇതിന്റെ പാരലൽ ലൈൻ ഉണ്ട് അല്ലെ, അതിനെ മുറിച്ച് കട. ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു വരയും ഉണ്ട്. അപ്പൊ അതിന് ആ വരയ്ക്ക് മറുവശങ്ങളിലായിട്ടാണ്, ആ ഒരു വരയുടെ മറുവശങ്ങളിലായിട്ട് ആണ് കോണുകൾ ഉള്ളത്. ഓക്കെ അല്ലേ? ഇതെവിടെയാണെങ്കിൽ അതാ ഇങ്ങനെ ഒരു വര, ഇവിടെ മുകളിൽ ഇടത്ത്, അതേപോലെ മറുവശത്ത് താഴെ വലത്ത് അല്ലെ. ഇവിടെയാണെങ്കിൽ മുകളില് വലത് ഭാഗത്ത്, താഴെ ഇടത് ഭാഗത്ത്. ഒരു വരയുടെ മറുഭാഗത്തായിരിക്കും എന്നുള്ളത് ഓർക്കട്ടോ. എവിടെയാണെങ്കിൽ മുകളിലാണെങ്കിൽ മറുഭാഗത്ത്, ഇവിടെയാണെങ്കിൽ അപ്പൊ ആ ഒരു രീതിയിൽ പഠിച്ചു വെക്കുക. മറുഭാഗം എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഒരു ആംഗിളിനെ നമ്മൾ എന്തായിരുന്നു വിളിച്ചിരുന്നത്? ആൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ മറുകോണുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഓർക്കുന്നില്ലേ? ആംഗിൾസ് ഇൻ ഈച്ച് സച്ച് പെയർ ആർ കോൾഡ് alternate angles. The angles in each pair measure the same. ഓരോ ജോഡിയെയും മറുകോണുകൾ എന്നാണ് പറയുന്നത്. ഓരോ ജോഡിയിലെയും കോണുകൾക്ക് ഒരേ അളവായിരിക്കും. മറുകോണുകള് തുല്യമായിരിക്കും. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ ആംഗിൾസ് കണ്ടെത്തേണ്ടത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. എന്തായിരുന്നു കറസ്പോണ്ടിങ് ആംഗിൾസ്, അതേപോലെ എന്താണ് ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്നൊക്കെ പറഞ്ഞാല് എന്താണെന്നുള്ള കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ടത്, സമാന്തര വരകളെ ഒരു വര മുറിച്ച് കടക്കുമ്പോൾ അതിന്റെ മറുവശങ്ങളിലായി ഉണ്ടാകുന്ന കോണുകളാണ് മറുകോണുകൾ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആംഗിൾസ്. ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് ഈ ആൾട്ടർനേറ്റ് ആംഗിൾസ് എപ്പോഴും ഒരേ അളവായിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? ഇത് നമ്മൾ അടുത്ത 2 ആംഗിൾസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇതേപോലെ ഒരു പാരലൽ ലൈൻസിലെ 2 പാരലൽ ലൈൻസിനെ മറ്റൊരു
ലൈന് മുറിച്ച് കടക്കുമ്പോൾ അതിന്റെ ഉള്ളിലുണ്ടാവുന്ന രണ്ട് ആംഗിൾസ് അല്ലെ, അതായത് ഉള്ളിലുള്ള രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? അതിന്റെ പേരെന്താണ്? ഉള്ളിലുള്ള രണ്ട് ആംഗിൾസിനെ നമ്മള് കോ ഇന്റീരിയർ ആംഗിൾസ് എന്നാണ് വിളിക്കുന്നത്. ഉള്ളിലുള്ള ആംഗിൾസിനെ കോ ഇന്റീരിയർ ആംഗിൾസ് എന്നാണ് വിളിക്കുന്നത്. ഇതിന് പ്രത്യേകതയുണ്ട്, ഒരേ വശത്തായിരിക്കും കേട്ടോ, ഒരേ വശത്ത് ആണ് എന്നുള്ളത് നോക്കുക കേട്ടോ. ഇതിപ്പോ അകത്ത് വലതു ഭാഗത്താണെങ്കിൽ രണ്ടും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഉള്ളില് ഒരേ വശത്തായിരിക്കും എന്നുള്ളത് ഓർക്കുക. ഇന്നർ ലെഫ്റ്റ് കണ്ടില്ലേ, ഇതേപോലെയാണ് ഉണ്ടാവുക. റൈറ്റ് ആണെങ്കിൽ രണ്ടും ഓക്കെ, ഒരേ വശങ്ങളിലായിരിക്കും എന്നുള്ളത് കൂടെ ഓർത്തിരിക്കണേ. അപ്പൊ ഈ ഇത്തരം ആംഗിൾസിനെ നമ്മൾ എന്ത് വിളിക്കും? കോ ഇന്റീരിയർ ആംഗിൾസ് എന്ന് വിളിക്കും. അതായത് ആന്തര സഹകോണുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി പുറമേ ഉള്ള അല്ലെ, ഒരേ വശങ്ങളിൽ തന്നെ എന്നാൽ പുറമേ ഉള്ളത്, അതായത് ഈ ഒരു പാരലൽ ലൈനിന്റെ പുറത്ത് എന്നുള്ളത് ഓർക്കാം. പുറത്താണ് ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പുറമേ ഉള്ളത് ഔട്ടർ പാർട്ടിലുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? കോ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് വിളിക്കും. എന്താണ് വിളിക്കുക? കോ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെ, ബാഹ്യ സഹകോണുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ആംഗിൾസിനും ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? കോ ഇന്റീരിയർ ആംഗിൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് കോ ഇന്റീരിയർ ആംഗിൾസിലെ, അതായത് ഉള്ളിലുള്ള രണ്ട് ആംഗിൾസും കൂട്ടിയാൽ 180 കിട്ടും. ഇനി കോ എക്സ്റ്റീരിയർ ആംഗിൾ ആണെങ്കിൽ ഈ പുറത്തെ രണ്ട് ആംഗിൾസും കൂടി കൂട്ടിയാൽ 180 കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ആദ്യത്തെ രണ്ട് ജോഡികളെ ആന്തര സഹകോണുകൾ എന്നും, അതായത് കോ ഇന്റീരിയർ ആംഗിൾസ് എന്നും, അവസാനത്തെ രണ്ട് ജോഡികളെ ബാഹ്യ സഹകോണുകൾ അല്ലെ, കോ എക്സ്റ്റീരിയർ ആംഗിൾ എന്നുമാണ് പറയുന്നത്. ഓരോ ജോഡിയിലെയും കോണുകളുടെ തുക 180 ആണ്. അല്ലേ? ഈ ഒരു ജോഡിയുടേത് 180 ആണ്. പുറത്താണെങ്കിൽ ഇങ്ങനെ രണ്ടിനെയും കൂട്ടിയാൽ 180 തന്നെ കിട്ടണം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആംഗിൾസിന്റെ പേരും പഠിച്ചു വെക്കുക, അതിന്റെ പ്രത്യേകതയും നിങ്ങൾ പഠിച്ച് വെക്കണം. ഓക്കെ, അതേപോലെ നമ്മൾ പഠിച്ചൊരു കാര്യമായിരുന്നു the sum of all angles of a triangle is 180 അല്ലെ. ഏത് ത്രികോണത്തിലെയും കോണുകളുടെ എല്ലാം തുക 180 ആണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ വശം ചോദിച്ചാൽ അല്ലെ, മൂന്നാമത്തെ ആംഗിൾ ചോദിച്ചാൽ കണ്ടെത്താൻ ഉള്ളൊരു മാർഗമാണ്. ഓക്കെ അല്ലേ? അങ്ങനെ ചോദിക്കാം. ത്രികോണം തന്ന രണ്ട് വശങ്ങൾ എന്നുള്ള രണ്ട് കോണുകൾ തന്നു, ആ രണ്ട് വശങ്ങളും തന്നു എന്ന് ഓർക്കാം. എന്നിട്ട് നിങ്ങളോട് വരയ്ക്കാൻ പറയാണ്, ഫിഗർ വരയ്ക്കാൻ പറഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ആംഗിൾസും കൂട്ടി 180 നിന്ന് കുറച്ചാൽ മൂന്നാമത്തെ ആംഗിൾ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ദ സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഇസ് 180. ആ ഒരു തത്വം നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ട്രയാംഗിൾസ് എന്നുള്ള പാഠഭാഗത്തില് കൂടുതൽ ഇതിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ, ട്രയാംഗിളിനെ പറ്റി കൂടുതൽ പഠിച്ചിട്ടുണ്ട്. അതായത് ട്രയാംഗിളിന്റെ കോണുകളും വശങ്ങളും തമ്മിലൊരു ബന്ധമുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ ഏത് ത്രികോണത്തിലും കോണുകൾക്കും എതിർവശങ്ങൾക്കും ഒരേ വലുപ്പക്രമമാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. Any triangle, the angles and their opposite sides have sizes in the same order. Okay, in any triangle, the angles and their opposite sides have sizes in the same order. ഈ ഒരു ചിത്രം നോക്കിക്കേ മക്കളെ. ഏറ്റവും വലിയ വശത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആയിരിക്കും ഏറ്റവും വലിയ ആംഗിൾ അല്ലെ. അതേപോലെ ഏറ്റവും ചെറിയ വശത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആയിരിക്കും ഏറ്റവും ചെറിയ ആംഗിൾ. അപ്പൊ ഈ ഒരു തത്വം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇത് പ്രോബ്ലംസിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ? ഇതൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു തത്വമാണ് നമ്മൾ പഠിച്ചത്. In any triangle, the length of the
ഗ്രേറ്റസ്റ്റ് സൈഡ് ഈസ് ലെസ് ദാൻ ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് ദ അതർ ടു സൈഡ്സ്. ഏത് ത്രികോണത്തിലും ഏറ്റവും വലിയ വശത്തിന്റെ നീളം മറ്റ് രണ്ട് വശങ്ങളുടെ നീളങ്ങളുടെ തുകയേക്കാൾ ചെറുതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. 3 വശങ്ങൾ തരും, എന്നിട്ട് ഇതിൽ ത്രികോണത്തിന്റെ വശങ്ങളാവാൻ സാധ്യതയുള്ള വശങ്ങൾ ഏതൊക്കെയെന്നൊക്കെ ചോദിക്കാം. ഓക്കെ അല്ലേ? 3 സംഖ്യകൾ തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ത്രികോണത്തിന്റെ വശങ്ങളാവാൻ സാധ്യതയുള്ളത്. അപ്പൊ അതൊക്കെ ഇങ്ങനെയൊക്കെ ചോദ്യം വന്നാൽ ഈ ഒരു തത്വം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഏത് ത്രികോണത്തിലും ഏറ്റവും വലിയ വശത്തിന്റെ നീളം മറ്റ് രണ്ട് വശങ്ങളുടെ നീളങ്ങളുടെ തുകയേക്കാൾ ചെറുതാണ്. അപ്പൊ അങ്ങനെ തന്നാൽ ഒരു 3 സംഖ്യ തന്നു എന്ന് വിചാരിച്ചോ, 2, 3, 4 എന്ന് തന്നു. ഇത് ത്രികോണത്തിന്റെ വശങ്ങളാവാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങളോട് ചോദിച്ചാ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 2 ചെറിയ ഈ 2 സൈഡ്സും കൂട്ടി നോക്കാം അല്ലെ. 2ഉം 3ഉം കൂട്ടുക, ഈ 2 ചെറിയ വശങ്ങളുടെ സൈഡുകൾ കൂട്ടി നോക്കാം. 2ഉം 3ഉം കൂട്ടിയാൽ 5ആണ് കിട്ടുക. അപ്പൊ 4നേക്കാൾ വലുതാണ്. അതുകൊണ്ട് ത്രികോണത്തിന്റെ വശമാകാൻ സാധ്യതയുണ്ട്. വശങ്ങളാണ്, ആവും എന്നുള്ളത് നിങ്ങൾ പറയാം. ഓക്കെ അല്ലേ? ഏത് ത്രികോണത്തിലും ഏറ്റവും വലിയ വശത്തിന്റെ നീളം മറ്റു രണ്ട് വശങ്ങളുടെ നീളങ്ങളുടെ തുകയേക്കാൾ ചെറുതാണ്. അപ്പൊ ഇവിടെ ആ ഒരു തത്വം പ്രാക്ടിക്കലാണ് അല്ലെ. സോ ഇത് ത്രികോണത്തിന്റെ വശങ്ങളാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയണം. ഓക്കെ അല്ലേ? ഇനി ഫ്രാക്ഷന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രാക്ഷൻസ് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും എങ്ങനെ തന്നാലും അല്ലെ, ഡിവൈഡ് ചെയ്യാൻ വരെ തന്നാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണം. മിശ്ര ഭിന്ന രൂപത്തിലാണ് തന്നത് എങ്കിൽ നിങ്ങൾ അതിന് എന്ത് ചെയ്യണം? മാറ്റി എഴുതുക ഫസ്റ്റ് തന്നെ. ഡിവിഷന്റെ കാര്യമാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യാനാണ് തന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലേ? അതേപോലെ കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റേഴ്സ് തുല്യമാക്കിയതിന് ശേഷം ഡയറക്റ്റ് കൂട്ടുക. കുറയ്ക്കുന്ന കേസ് വരുമ്പോൾ അങ്ങനെ തന്നെ ഡിനോമിനേറ്റേഴ്സ് തുല്യമാക്കിയതിന് ശേഷം മാത്രം കുറയ്ക്കാം. ഓക്കെ അല്ലേ? ഗുണിക്കുമ്പോൾ ഡയറക്റ്റ് ഗുണിക്കാം. ഓക്കെ. അപ്പോൾ മിശ്ര ഭിന്ന രൂപത്തിലുള്ളത് ഫസ്റ്റ് തന്നെ നിങ്ങൾ മാറ്റി എഴുതണം. എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും വിശ്വസിക്കുകയാണ്. നാളെയാണ് എക്സാം. ഈ പഠന കാര്യങ്ങൾ കൂടെ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് എക്സാം ഹോളിലേക്ക് കിടക്കുക. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പരീക്ഷ അറ്റൻഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.